I was going to make a video. അതായത് എൻ്റെ സെൽഫി ക്യാമിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. പക്ഷേ ആസ് യു ക്യാൻ സീ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലാണ്. അതിനേക്കാളും ഉപരിയായിട്ട് ഐ ക്യാൻ സീ എ ലോട്ട് ഓഫ് ഡേർട്ട്. ഒത്തിരി അഴുക്കുള്ള പോലെ കേട്ടോ അതിൻ്റെ ഇതിനകത്ത്. ഇനി ഇതിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യും? അല്ലാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പുകഞ്ഞിരിക്കും. നമുക്കൊരു സ്മോക്കി വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു സാധാരണ ബേസ്ഡ് ഓൺ ഹൗ ടു സ്റ്റഡി ഫോർ 3 hours സ്ട്രെയിറ്റ് ആ ഒരു വീഡിയോ ഇടുന്നത്. 3 hours സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ വി ആർ നോട്ട് ടോക്കിംഗ് ലൈക്ക് മറ്റേ എന്താണ് പറയുന്നത്, ക്രാമിങ് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റേ എന്താ പറയുക, മനപ്പാടാക്കാന്ന് പറയത്തില്ലേ, അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു അത്യാവശ്യം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ഒന്നുമില്ല, റീകോളിംഗ് മെത്തേഡ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ സം കൈൻഡ് ഓഫ് ഒരു സ്പീച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ എന്നെ പോലെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണുന്നതിന് മുന്നേ പേഷ്യൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസ്. It is based on recalling those questions and recalling the answers based on എന്താ പറയുക, എൻ്റെ നോളജ് മാത്രമല്ല, ഞാൻ റീഡ് ചെയ്തിട്ട് എൻ്റെ തലയിലിരിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ നിന്ന് യു ആസ്ക് യുവർ സിസ്റ്റേഴ്സ്, യു ആസ്ക് യുവർ കൊളീഗ്സ് ആൻഡ് ഓൾസോ യു ഒന്നും ഐഡിയ കിട്ടിയില്ലെങ്കിൽ യു വിൽ ലുക്ക് ഇൻ ടു ദിസ് തിങ്. ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് എ റുട്ടീൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാർഡിയോളജി ജൂനിയർ ഡോക്ടറാണ്. സോ ഐ നോ വാട്ട് ടു ലുക്ക് ഫോർ. ഇപ്പോൾ 3 പ്രധാനമായിട്ടും യു വിൽ ലുക്ക് ഇൻ ലാബ്സിൽ ഒരു 3 വാല്യൂസ് ഉണ്ട് വിച്ച് യു വിൽ ലുക്ക് ഫോർ. ദിസ് ഷുഡ് ബി പെർഫെക്റ്റ് സോ ദാറ്റ് ദ പേഷ്യൻറ്റ് ഡസൻ ഗെറ്റ് ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഇതേപോലെ തന്നെ എക്കോ കാർഡിയോഗ്രാഫി, അതിൻ്റെ അകത്ത് ഉള്ള 3-4 പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പർ ആണോ എന്നറിയണം. എക്കോ വിച്ച് ഷോസ് ദാറ്റ് ഹാർട്ട് ഈസ് ബീറ്റിംഗ് പ്രോപ്പർലി. ഒരു പ്രധാനമായിട്ടും ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർട്ട് ഡിസീസോ കൊണ്ട് അത് ഹാർട്ട് ബീറ്റിംഗ് പ്രോപ്പർലി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. പിന്നെ അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ കയറും. സിൻസ് ഐ ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ്, ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു ദോസ് പ്ലേസസ് വെരി ഫാസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇത് പറഞ്ഞു. പിന്നെ പേഷ്യൻ്റെ ഹിസ്റ്ററി അതൊരു പാറ്റേൺ ഉണ്ട് വിച്ച് ഐ ഹാവ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. സോ ഐ വിൽ ഗോ ത്രൂ എവറിത്തിങ്, ഡോണ്ട് വറി. സോ ദിസ് ഈസ് ലൈക്ക് എ വീഡിയോ ഐ വാസ് ഗോയിങ് ടു മേക്ക് ഓൺ സംതിങ് എൽസ്. ഐ മീൻ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എടുക്കുകയാണ്. പക്ഷേ മൈ ലൈൻസ് ഇസ് സോ ഡേർട്ടി, സോ ഐ ഹാവ് ടു നൗ ക്ലീൻ ഇറ്റ് സം ഹൗ. ഐ ആം ലുക്കിംഗ് ഫോർ എന്താ പറയുക, ഞാൻ എൻ്റെ ഈ ഉടുപ്പൊക്കെ വെച്ച് ഞാൻ അറ്റൊക്കെ വെച്ച് തൂത്തൊക്കെ നോക്കി ഒന്നും വർക്കാകുന്നില്ല. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ടു ഫൈൻഡ് എ ടൂൾ വിച്ച് വിൽ ഹെൽപ്പ് മീ. നോക്കാം, ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ നോക്കി നടക്കുന്നില്ല. ഇഫ് ദാറ്റ്സ് ഗോയിങ് ത്രൂ യുവർ മൈൻഡ്, നോക്കാം, വിൽ ഫൈൻഡ് എ ടൂൾ. ഓക്കെ, ബൈ.